എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഹോം മെയ്ഡ് ഐസ്ക്രീമിന്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ വീടുകളിൽ എപ്പോഴും സാധാ കാണുന്ന ചേരുവകൾ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. ഐസ്ക്രീം കഴിക്കാൻ ഇഷ്ടമുള്ള കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 4 കപ്പ് അളവിൽ പാലാണ് കേട്ടോ എടുക്കുന്നത്. നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാലെടുക്കുമ്പോൾ ഫുൾ ഫാറ്റ് പാൽ തന്നെ എടുക്കണം. 4 കപ്പ് എന്ന് പറയുമ്പോൾ 1 ലിറ്റർ പാലുണ്ട്. 250 ml കപ്പിലാണ് ഞാനിപ്പോൾ ഇത് അളന്നൊഴിക്കുന്നത്. അപ്പോൾ 4 കപ്പ് പാല് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. 1 ലിറ്റർ പാലിന് നമ്മൾ 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടെ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ, നമ്മുടെ ചോളത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിൻ്റെ പൊടിയും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിൻ്റെ പൊടിയും കൂടെ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ 1 ലിറ്റർ പാലിൽ നിന്ന് ഒരു 1/2 കപ്പ് പാലെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് ഈ പൊടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇത് കണ്ടില്ലേ, ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഞാനിത് ഇവിടെ നിന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ പാല് നമുക്ക് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഈ പാല് നമുക്കൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം. പാൽ ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ആദ്യം ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ഉപയോഗിക്കുന്നതിന് പകരം നമ്മളിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇതിനൊരു സ്വല്പം മധുരത്തിൻ്റെ കുറവുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. മധുരം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു മധുരത്തിനനുസരിച്ച് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലപോലെ തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം. പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒരു മിനിറ്റോളം ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളുടെ ആ ഒരു ഗോതമ്പിൻ്റെ ഒരു കോൺഫ്ലോറിൻ്റെ ഒരു മിക്സാണ്. അപ്പോൾ ഈ ഒരു മിക്സും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുത്തിട്ട് അപ്പം തന്നെ നമ്മളിത് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇതങ്ങ് ഒരുപാടങ്ങ് കട്ടയായി പോവും. ഇതുപോലെ ചെറിയ ചെറിയ കട്ടകൾ വന്നാലും കുഴപ്പമില്ല കേട്ടോ. നമ്മളിത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചിട്ടെടുക്കുന്നതാണ്. ഈ ഒരു മിക്സും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് കൈവിടാതെ നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കണം. അത്യാവശ്യം നമുക്കിതൊന്ന് കുറുകി കിട്ടണം കേട്ടോ. ഒരുപാടങ്ങ് കുറുകി പോകണ്ട. ചെറിയതായിട്ട് നമുക്കിതൊന്ന് കുറുകി വരുന്നതിന് വരെ നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം. നല്ല പോലെ തന്നെ നമ്മളിത് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് അത്യാവശ്യം ഇതുപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്കൊന്ന് കുറുകി കിട്ടണം. കറക്റ്റ് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പരുവം. ഒരുപാട് നമ്മളങ്ങ് കുറുക്കൊക്കെ കുറുകുന്ന പോലെ അങ്ങ് ഒരുപാടങ്ങ് കുറുകി പോകരുത്. കറക്റ്റ് ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതുപോലെ അത്യാവശ്യം ഒന്ന് കുറുകി വന്നതിന് ശേഷം നമുക്ക് ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ചൂട് നല്ലപോലെ ഒന്ന് പോയിട്ട് നല്ല പോലെ തന്നെ ഇതൊന്ന് തണുത്ത് വരണം. നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ നന്നായിട്ട് തന്നെ ഇതിൻ്റെ ചൂട് പോയി കിട്ടണം. അപ്പോൾ അതൊന്ന് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. 1 ലിറ്റർ പാലിന് നമ്മൾ 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കോഫി പൗഡറിന് നമ്മൾ ഒരു 2-2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇത് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടാതെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഇളം ചൂടുവെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചൂട് വേണ്ട, ചെറിയൊരു ചൂട് മാത്രം മതി. ഇനി നമ്മളിത് സാധാ ഉപയോഗിക്കുന്ന ഒരു സ്പൂണോ അല്ലെങ്കിൽ ഇതുപോലെ വിസ്കോ ഉപയോഗിച്ച് തന്നെ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ നല്ല ക്രീമി ആയിട്ട് നമുക്കിത് കിട്ടും. ബീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് ബീറ്റർ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ബീറ്ററിലാണ് കേട്ടോ നന്നായിട്ടൊന്ന് ക്രീമി ആക്കി എടുക്കുന്നത്. ഇതുപോലെ ബീറ്ററിന് പകരം സ്പൂൺ ആണെങ്കിൽ വിസ്ക് ആണെങ്കിൽ കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ തന്നെ നല്ല ക്രീമി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല പോലെ തന്നെ ഇതുപോലെ നമ്മളൊന്ന് ക്രീമി ആക്കിയിട്ട് എടുക്കുക. ഇതുപോലെ ബീറ്ററോ അല്ലെങ്കിൽ സ്പൂണോ വിസ്കോ നമുക്ക് ഇതുപോലെ ഒന്ന് ക്രീമി ആക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പാലിൻ്റെ ആ ഒരു മിക്സ് ഞാൻ നന്നായിട്ട് അതിൻ്റെ ചൂട് പോയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗോതമ്പ് പൊടിയും കൂടെ നമ്മളിത് ചെയ്യുമ്പോൾ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഗോതമ്പ് പൊടിയുടെ ഒരു കുത്തലൊക്കെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഗോതമ്പ് പൊടിയുടെ ഒരു ടേസ്റ്റോ കുത്തലോ ഒന്നും തന്നെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നന്നായിട്ട് തന്നെ ഞാനിതെല്ലാം ഇവിടെ നിന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പോലെ തന്നെ നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുത്ത ഈ ഒരു മിക്സ് നമ്മുടെ കോഫിയുടെ ഒരു ക്രീമിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നല്ല പോലെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ല പോലെ തന്നെ അതെല്ലാം കൂടെ ഒന്ന് യോജിച്ച് കിട്ടണം. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ക്രീമി ആയിട്ടുള്ളൊരു മിക്സാണ് കേട്ടോ. ഒരുപാട് വെള്ളം പോലെ ആയി പോകരുത്. ഇതുപോലെ നല്ല ക്രീമി ആയിട്ടുള്ളൊരു മിക്സാണ് നമുക്ക് ഈ ഒരു ഐസ്ക്രീമിന് വേണ്ടിയിട്ട് വേണ്ടത്. നമ്മളിത് ഐസ്ക്രീം കഴിക്കുന്ന സമയത്ത് കുറച്ചും കൂടി നല്ല ക്രീമി ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു പാലിൻ്റെ മിക്സ് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തില്ലേ, അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 100 ഗ്രാം ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ക്രീമി ആയിട്ട് നമുക്കിത് കിട്ടും കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ പാത്രത്തിലേക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഓവനകത്ത് ഫ്രീസറിനകത്തൊക്കെ വെക്കാൻ പറ്റുന്ന ഗ്ലാസ് ടൈപ്പ് പാത്രമാണ്. കുറച്ചും കൂടി നമുക്ക് പെട്ടെന്ന് ഐസ്ക്രീം സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് ടൈപ്പ് പാത്രങ്ങൾ ഒഴിച്ചു കൊടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ. നമ്മൾ പുറത്തുനിന്നൊക്കെ ഐസ്ക്രീം വാങ്ങിക്കുന്ന ടൈപ്പ് പാത്രങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ സാധാ നമ്മുടെ കയ്യിലുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിലോ അതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഇത് അടിച്ചു വെച്ച് കൊടുത്തിട്ട് ഞാൻ ഫ്രീസറിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് അടിച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടി നമുക്ക് നല്ലൊരു ക്രീമി ആയിട്ട് കിട്ടും 2 തവണ നമ്മൾ അടിച്ചിട്ട് വെക്കുകയാണെങ്കിൽ. അപ്പോൾ രണ്ടാമത് ഇതുപോലെ നന്നായിട്ട് ഒന്നും കൂടെ ഞാനൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ചെറിയതായിട്ടൊന്ന് കട്ടയായി വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാനിത് മിക്സിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലപോലെ ഇതൊന്നും കൂടി ഇതുപോലെ അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കാം. രണ്ടാമത് നമ്മൾ ഇതുപോലെ ഫ്രീസറിലേക്ക് വെക്കുന്ന സമയത്ത് നമ്മുടെ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് wrap ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് കവർ ചെയ്തിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഉണ്ടെങ്കിൽ വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ നമ്മൾ പ്ലാസ്റ്റിക് wrap ഇട്ടൊന്ന് കവർ ചെയ്യുകയാണെങ്കിൽ ചെറിയ ചെറിയ വെള്ളത്തുള്ളികൾ പോലെ ഇതിലേക്ക് വീഴുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇത് അടച്ചു വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഫ്രീസറിലേക്ക് എടുത്ത് വെക്കാം, നല്ല പോലെ തന്നെ ഒന്ന് സെറ്റാക്കി കിട്ടാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇതൊരു ഓവർനൈറ്റ് വെച്ചിരുന്നു കേട്ടോ. നല്ല പോലെ തന്നെ നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇതുപോലെ ഒരു സ്കൂപ്പറോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഉപയോഗിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. നല്ല ക്രീമി ആയിട്ടുള്ള അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് കേട്ടോ ഇത്. സാധാരണ നമ്മൾ കോഫി ഐസ്ക്രീം ക്രീമൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടെടുക്കുന്നത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിൽ ക്രീമൊന്നും ഇല്ലാതെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചോക്ലേറ്റ് സിറപ്പ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കഴിക്കുന്ന സമയത്ത് ഇതുപോലെ ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ഇതുപോലെ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഐസ്ക്രീം കഴിക്കാൻ ഇഷ്ടമുള്ള കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് മറക്കാതെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലൊക്കെ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.